ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ R15Sൻ്റെ എയർ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാം. നമ്മൾ സ്കൂട്ടേഴ്സിൻ്റെ എയർ ഫിൽറ്ററിന് ചേഞ്ച് ചെയ്യാൻ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂട്ടറിൻ്റെ പോലെ പുറത്തല്ല ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. ബൈക്കുകളുടെയൊക്കെ ഏറെക്കുറെ വണ്ടികളുടെയൊക്കെ സീറ്റിൻ്റെ അടിയിലായിരിക്കും, അതായത് നമ്മൾ ടാങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും ഫിൽറ്ററും കാര്യങ്ങളും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വണ്ടിയുടെ സീറ്റൊന്ന് അഴിച്ചു വെക്കണം. സീറ്റിൻ്റെ അടിയിലാണ് നമ്മുടെ അതിൻ്റെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ സീറ്റൊന്ന് ആദ്യം അഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ടാങ്കും അഴിക്കണം. ആദ്യം നമ്മൾ ഈ സീറ്റൊന്ന് അഴിച്ചെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് അല്ലെങ്കിൽ ബോൾട്ട്, ഞാൻ ഓൾറെഡി ഇത് അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിൽ ഇതേപോലെ അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ അഴിച്ചെടുക്കുക. 5ൻ്റെ എല്ലെങ്കിയാണ് വരുന്നത്, അതൊന്ന് അഴിച്ചെടുക്കുക. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഭാഗത്തായിട്ടൊരു 2 അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ട്, അതും കൂടി ഒന്ന് അഴിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും അഴിച്ചു കഴിഞ്ഞാൽ തന്നെ ടാങ്ക് നമുക്ക് വണ്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതിന് മുൻപ് നമ്മളിതിൻ്റെ അടിയിലായിട്ട് നമ്മളുടെ ഈ ഒരു പമ്പിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ടാങ്ക് ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ടാങ്ക് എടുത്തൊന്ന് മാറ്റിക്കുക. അതിനുശേഷം ഇതേപോലെ കാണുന്ന 4 സ്ക്രൂസ് അഴിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഫിൽറ്റർ ബോക്സ്. അപ്പോൾ ഇതേപോലത്തെ സ്ക്രൂസ് ആയിരിക്കും അതിലൊരു 4 എണ്ണം, അത് നമ്മളൊന്ന് അഴിച്ചെടുക്കുക. അതിനുശേഷം ഈ ക്യാപ്പ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ അവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഫിൽറ്റർ ഒന്ന് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വിടായിരിക്കും നല്ലത്. പിന്നെ അത്യാവശ്യത്തിന് ചെറിയ രീതിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ചെയ്ത് ഇടാൻ പോവുകയാണ്. ഇത് കാര്യമായിട്ട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫിൽറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫിൽറ്റർ അതിലോട്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു അടിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്പ് അതിലിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ 4 സ്ക്രൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ടാങ്ക് എങ്ങനെയാണ് ഊരി അതേപോലെ തന്നെ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ ടാങ്ക് ഊരുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾക്കൊരു വാഷർ കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അതൊന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ വരുന്ന 4 അല്ലെങ്കിൽ ബോൾട്ട്, അതിൽ ലെങ്ത്ത് കൂടി അല്ലെങ്കിൽ ബോൾട്ട് നമ്മൾ ആ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് വരുന്നതായിരിക്കും 2 എണ്ണം. അപ്പോൾ അത് രണ്ടും കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ ലെങ്ത്ത് കമ്മിയുള്ളത് വരുന്നത് നമ്മുടെ ഫ്രണ്ടിലെ ഭാഗത്തേക്കാണ്. അപ്പോൾ അതും കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു വാഷർ ഇടേണ്ട ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടാങ്ക് വെച്ച് അതിന് മുകളിലാണ് ആ വാഷർ ഇടേണ്ടത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ അല്ലെങ്കിൽ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ സീറ്റ് ഇടുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനമാക്കുക.